പോകുന്നത്. എന്തൊരു കഷ്ടമായത്. ഞാനെന്ത് ചെയ്തു? നീ എന്നോട് സ്കൂളിൽ PTA മീറ്റിങ്ങിന് വരാൻ പറഞ്ഞ് ഞാൻ വന്നു. അതിനിപ്പോൾ നീ സ്കൂളിൽ പോയിരിക്കേണ്ട കാര്യം എന്തുവാ? ചുമ്മാ ചാടാതെ വെച്ച് വന്ന് ഇതിന് ഭേദം വരാതിരിക്കുന്നതന്നെയായിരുന്നു നല്ലത്. ഒരു പന്ന സാരി കൊടുത്ത് കഴുത്തിലൊരു കറുത്ത ഇറ കൊടുത്ത് മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് പിച്ചക്കാരെ കൊടുത്ത് ഇതിനെന്ത് വൃത്തിക്കാണ് പിച്ചക്കാരൻ നടക്കുന്നത്? അമ്മയ്ക്ക് വേറെ സാരി ഒന്നും ഇല്ലായിരുന്നു കൊടുത്തോണ്ട് വരാനായിട്ട്. അതാണ് കാര്യം. ഞാൻ വീട്ടിലെ കുറേ ജോലി ചെയ്ത് കുറേ താമസിച്ചു. പിന്നെ പശുവിന് കുറച്ച് പുല്ലും പറിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ താമസിച്ച് പോയാലെന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്കൂളിൽ കഴിഞ്ഞ ഒറ്റ ഓട്ടമായിരുന്നു. PTA മീറ്റിങ്ങിൽ അറിയാമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് അങ്ങനെ ഒരു നാളെ വന്നത്. എന്നാലും എല്ലാവരും എന്നെ കളിയാക്കി. ആ ഈശ്വരയുടെ അമ്മയൊക്കെയാണ് എന്നെ കളിയാക്കി. ഞാൻ വിചാരിച്ച അമ്മ ഇച്ചിരി വൃത്തിക്കൊക്കെ വരുമായിരിക്കും. അമ്മയ്ക്ക് പുതിയ സാരി വാങ്ങിക്കാൻ അറിയാഞ്ഞിട്ടോ അമ്മയ്ക്ക് ഉടുത്തൊരി നടക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല കേട്ടോ. ആ സാരി വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ മൂന്നൊരാഴ്ചത്തെ വണ്ടിക്കൂലി ആകത്തില്ലേ, അതേ അമ്മ വിചാരിച്ചിട്ടുള്ളൂ. മോനെ മനഃപൂർവ്വം നാണം കെടുത്തണമെന്ന് അമ്മ വിചാരിച്ചിട്ടില്ല. പെട്ടെന്ന് കൈ കിട്ടിയ ഒരു സാരി ഇട്ട് കൊടുത്തുകൊണ്ട് അമ്മ PTA മീറ്റിങ്ങിന് വന്നതാണ്. അമ്മ അതൊക്കെ ശ്രദ്ധിച്ചു. മോൻ്റെ ഈ പ്രായത്തിൽ അമ്മ കുട്ടിപ്പാവടയൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് മോനെ ഒക്കത്ത് വെച്ച് കഞ്ഞി വെക്കാൻ അറിയാതെ കറി വെക്കാൻ അറിയാതെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മോൻ്റെ അപ്പാടെ അടിയും തൊഴിയും സോറിയമ്മ, ഞാൻ വേറെ നോർത്തോണ്ട് വന്നതല്ല. അങ്ങനത്തെ എല്ലാവരും കളിയാക്കിയപ്പോഴത്തെ ആ സങ്കടമൊക്കെ ഓർത്തോണ്ടാണ് പറഞ്ഞു പോയത്. സോ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഒരുങ്ങി നടക്കാൻ. പക്ഷേ ഈ വീട്ടിലെ സാഹചര്യം അങ്ങനെ. എൻ്റെ മോൻ അറിയാലോ, അത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് അമ്മ കൂടുന്ന പെടാപ്പാട് മോൻ അറിയത്തില്ലേ. പശുക്കറവയുണ്ട്, കുറച്ച് കോഴികളുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതെൻ്റെ മോന് മനസ്സിലാവണമെങ്കിൽ മോനും അമ്മയുടെ ഈ സ്ഥാനത്ത് വരണം. മോനൊരു കുഞ്ഞൊക്കെയായി മക്കളായി അവരെ വളർത്തി വലുതാക്കുമ്പോൾ അമ്മയുടെ ഈ സാഹചര്യം എൻ്റെ മോന് മനസ്സിലാക്കുന്നു. അമ്മയ്ക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും സ്വപ്നങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ റൂമിൽ ഒതുക്കി വെച്ചിട്ട് അവർ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ മോനെ നമ്മൾ ഓർത്ത് വിഷമിക്കണം. അമ്മ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കും കേട്ടോ. ഒരു കാര്യം ചെയ്യാൻ എടുത്തുതരാം, ഞാൻ ഇവിടെ കേട്ടോ.